നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ചില പ്രധാന വിഷയങ്ങൾ ഓരോ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. ഇന്ന് സ്ത്രീകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന പ്രധാന പ്രശ്നമായ ലൂക്കോറിയ അഥവാ വെള്ളപ്പോക്ക് എന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാം, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ജിബ്ന നൈഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, വെളിത്ത് ഹോമിയോപ്പതി ക്ലിനിക്. വെള്ളപ്പോക്ക് അഥവാ വജൈനൽ ഡിസ്ചാർജ് സ്ത്രീയുടെ ശരീരത്തിന്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസത്തിന്റെ ഭാഗമാണ്. ഇത് വജൈനയുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും വജൈനയിലെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ചിലപ്പോൾ ഇത് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയായും വരാവുന്നതാണ്. ഇനി ഇത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? ചില പ്രധാന സൂചനകൾ പറയാം. ഈ നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു വാട്ടറി കൺസിസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു മോശമായിട്ടുള്ള സ്മെല്ലോ അങ്ങനെയൊന്നും ആ ഡിസ്ചാർജിന് ഉണ്ടാവില്ല. അതേപോലെ ചൊറിച്ചിൽ അങ്ങനെയുള്ള ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഈ ഡിസ്ചാർജിന്റെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ ഒരു അബ്നോർമൽ ഡിസ്ചാർജ് കണ്ടീഷനിലേക്ക് വരുമ്പോഴേക്ക് അവിടെ എന്താണ് ഈ വാട്ടറി കൺസിസ്റ്റൻസി എല്ലാം മാറി അതിന്റെ കളർ ചേഞ്ചസ് വരാറുണ്ട്. അതായത് യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണാറുണ്ട്. അതേപോലെ ഈ ഡിസ്ചാർജിന് ചിലപ്പോൾ ഒരു ഫൗൾ സ്മെല്ലും എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ കാണാറുണ്ട്. കൂടാതെ അതിന്റെ കൂടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ചൊറിച്ചിൽ, അതേപോലെ തന്നെ ലോവർ അബ്ഡോമിനൽ പെയിൻ, അടിവയർ വേദന, ഇതെല്ലാം ഈ ഡിസ്ചാർജിന്റെ കൂടെ കാണാറുണ്ട്. വെള്ളപ്പോക്കിന്റെ അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. സ്ത്രീകളിലെ റിപ്രൊഡക്റ്റീവ് ഹോർമോണായ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഇംബാലൻസ് വരുന്നതാണ് ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അതേപോലെ പ്രഗ്നൻസി ടൈമിൽ, മെൻസ്ട്രൽ സൈക്കിളിലാണെങ്കിൽ ഓവുലേഷന്റെ ടൈമിൽ, അതായത് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 10 to 14 ഡേയ്സ് മുൻപായിട്ട് ഈ വജൈനൽ ഡിസ്ചാർജസ് കാണാറുണ്ട്. അതൊക്കെ നോർമലാണ്. അതേപോലെ തന്നെ ഈസ്ട്രജന്റെ അളവ് കുറയുന്ന ടൈമിൽ മെനോപോസ് ആവുന്ന ആൾക്കാരിലും വജൈനൽ ഡിസ്ചാർജസ് കാണാറുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. ആക്ച്വലി ഇൻഫെക്ഷൻ ആണ് ഈ ലൂക്കോറിയ കൂടുതലും ആളുകളിൽ കാണപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. വജൈനയുടെ pH മെയിൻറ്റെയിൻ ചെയ്ത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്ന ബാക്ടീരിയാസാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. ഈ ഗുഡ് ബാക്ടീരിയാസ് നശിക്കുന്നത് കൊണ്ടിട്ടാണ് വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. പൂവർ ആയിട്ടുള്ള ഹൈജീൻ ആണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതേപോലെ ചില സ്ത്രീകൾ ക്ലെൻസിങ്ങിന്റെ, അതായത് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നർ വജൈനയിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് കഴുകാറുണ്ട്. അത് ഈ ഗുഡ് ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ക്രമാതീതമായിട്ട് അത് നശിക്കാനായിട്ട് കാരണമാകുന്നു. അതേപോലെ നമുക്ക് എന്താണ് വജൈനൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്ന വജൈനൽ വാഷൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുന്ന ഈ ബാക്ടീരിയൽ വജൈനോസിസിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഡിസ്ചാർജസിന്, ആ വജൈനൽ ഡിസ്ചാർജസിന് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാകും. എന്നാൽ ഈ വെള്ളപ്പോക്കിനൊപ്പം അഥവാ ഈ വജൈനൽ ഡിസ്ചാർജിനൊപ്പം അസഹനീയമായ ചൊറിച്ചിലുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം, ഒരുപാട് നേരം അടഞ്ഞ് ഇരിക്കുന്ന അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഓവറായിട്ട് യൂസ് ചെയ്യുന്നവരിലേക്കാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണുന്നത്. ചൊറിച്ചിലോടുകൂടി പഞ്ഞ് പോലെയുള്ള വൈറ്റ് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജാണ് കാൻഡിഡ ഇൻഫെക്ഷന്റെ പ്രധാന ലക്ഷണം. അതേപോലെ STD, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് ട്രൈക്കോമോണിയാസ്. ഈ കണ്ടീഷൻസിലും വെള്ളപ്പോക്ക് കാണാറുണ്ട്, അതായത് വജൈനൽ ഡിസ്ചാർജ് കാണാറുണ്ട്. ചില സമയത്ത് ലൈറ്റ് യെല്ലോ മുതൽ ഗ്രീൻ കളർ വരെയുള്ള ഡിസ്ചാർജസ് ട്രൈക്കോമോണിയാസിസ് ഇൻഫെക്ഷനിൽ കാണാറുണ്ട്. കൂടാതെ മറ്റൊരു റീസണാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. വേണ്ടത്ര പോഷകം നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ ആകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും അതിൻ്റെ ഫലപ്രദമായിട്ട് നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസും, പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കയറി പിടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ അബ്നോർമൽ ആയിട്ടുള്ള വെള്ളപ്പോക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് ഈ ഇൻഫെക്ഷൻ മുകളിലേക്ക് പോയിട്ട് യൂട്രസിനും ഫലോപ്പിയൻ ട്യൂബിനും ഓവറീസിനും വരെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് റീപ്രൊഡക്ഷനെ ബാധിക്കും. കുട്ടികൾ ഗർഭധാരണം നടക്കാനായിട്ട് പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ ഫിസിക്കൽ വീക്ക്നെസ്, ഭയങ്കര ക്ഷീണമെല്ലാം അനുഭവപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമാണെങ്കിലും ചില സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു സൂചനയായിരിക്കും. അതായത് നമ്മളെപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഈ വെള്ളപ്പോക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ അസഹനീയമായ ചൊറിച്ചിൽ, ലോവർ അബ്ഡോമിനൽ പെയിന്, അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള വേദന, പിന്നെ കൺസീവ് ആകുന്നില്ല, കൂടെ ഈ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നെക്സ്റ്റ് ഡേ എണീക്കുമ്പോഴൊക്കെ വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുക, റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നു, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. വെളിത്ത് ഹോമിയോപ്പതി, on a mission to cure.